വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ കണ്ടു. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ബസ്റ്റർ ഒരു കോമഡി മൂവി എന്ന് തന്നെ പറയാം. കോമഡിയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കല്യാണ നിശ്ചയം നടക്കാൻ പോകുന്ന ഒരു വീട്ടിൽ പെട്ടെന്നൊരു മരണം സംഭവിക്കുകയാണ്. അപ്പൊ ആ മരണ വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഒരു കോമഡി പശ്ചാത്തലത്തിലാണ് ഇവർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സിറ്റുവേഷനിലും കോമഡി ആയിട്ട് എല്ലാ ക്യാരക്ടറും കോമഡി പറയുന്നു അങ്ങനെയൊന്നുമല്ല. ഈ സിനിമയിലെ ആ മരണം നടക്കുന്ന വീട്ടിലെ അംഗങ്ങളൊക്കെ അവരുടെ വിഷമവും അതുമെല്ലാം നമുക്ക് ഫീൽ ആവും. അപ്പൊ അവര് കോമഡി പറയുന്നില്ല. അവരുടെ സീനിൽ വരുമ്പോൾ കോമഡീസ് ഒന്നും സിനിമയിൽ കാണിക്കുന്നില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ആ മരണ വീടിനെ ഒരു തമാശ സിറ്റുവേഷൻ ആക്കുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ചെയ്തത് അസീസ് നെടുമങ്ങാടാണ്. അപ്പോൾ ആ വീട്ടിലെ ഗ്രഹനാഥന്റെ കഥാപാത്രമാണ് അസീസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വര രാജൻ ചെയ്ത കഥാപാത്രമാണ്. അപ്പൊ നമ്മള് പൈങ്കിളിയില് അനുഷ്രാജന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ്സ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഓവർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ സിനിമയിൽ വരുമ്പോൾ കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് തന്നെയാണ് അനശ്വര രാജൻ പെർഫോം ചെയ്തിരിക്കുന്നത്. സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, പിന്നെ നമ്മുടെ ബൈജു, അവരൊക്കെ ചെയ്ത കഥാപാത്രങ്ങളാണ്. അപ്പൊ അവരൊക്കെയാണ് ഈ സിനിമയിൽ കോമഡി കൊണ്ടുവരുന്നത്. അപ്പൊ നല്ല രസമായിട്ട് അവർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോമഡി മൂവീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഈ സിനിമ.